കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ബേപ്പൂരിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നേവിയുടെ യുദ്ധക്കപ്പലാണ് ബേപ്പൂരിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി എത്തിച്ച INS കൽപ്പേരി സന്ദർശകർക്ക് കൗതുകമാവുകയാണ്. നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തുകളിലൊന്നായ കപ്പൽ കാണാനെത്തിയത്. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS കൽപ്പേനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടവരും കാണാത്തവരുമൊക്കെ എന്നാൽ വേഗം ബേപ്പൂരേക്ക് വന്നോളൂ. നിങ്ങൾക്ക് കപ്പലിനകത്തേക്ക് കയറാനും കൂടുതൽ പരിചയപ്പെടാനുമുള്ള അവസരമാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. സാധാരണ കപ്പലല്ല, യുദ്ധക്കപ്പൽ. സാധാരണക്കാർക്ക് അടുത്തറിയാൻ കഴിയാത്ത പലതുമടങ്ങിയ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത്. കപ്പലിന്റെ ഉൾവശത്ത് റഡാർ, സെൻസറുകൾ, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എല്ലാം അടുത്തറിയാൻ കഴിഞ്ഞതിന്റെ സന്തോഷം സന്ദർശകർക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കോഴിക്കോട് വന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ഓഫർ കിട്ടിയതുകൊണ്ട് എല്ലാം പരിചയപ്പെടാനായി. ഇത് അപൂർവങ്ങൾ കിട്ടുന്ന അവസരമല്ലേ, അപ്പൊ കിട്ടുമ്പോ കാണുമ്പോ ഉഷാറ്. നല്ല അടിപൊളിയാണ്. ഇന്ന സമുദ്രം നമ്മൾ ആദ്യം ഇവിടുന്ന് കാണാൻ ഗണ്ണുകളും മറ്റുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാലോ. നല്ല രസാണ്. നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്നതും കാണാനുള്ളതും ഒക്കെ നമ്മൾ കണ്ട് സന്തോഷമായി. കാര്യങ്ങൾ വിശദീകരിക്കാനും സംശയങ്ങൾ തീർക്കാനും കപ്പലിന്റെ ക്യാപ്റ്റൻ മലയാളി കൂടിയായ ജിത്തു ജോസഫിന്റെ സേവനവും. ഷിപ്പിന്റെ പേര് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആണ്. അതായത് ഫാസ്റ്റിൽ പോകാനുള്ള ഒരു കഴിവ് ഈ ഷിപ്പിനുണ്ട്. ഫസ്റ്റ് റെസ്പോണ്ടർ ഫോർ എനി കൈൻഡ് ഓഫ് എമർജൻസി വിത്തിൻ ദ കോസ്റ്റ് ലൈൻ ഈസ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ്സ്. തദ്ദേശീയമായി 2010 നിർമ്മിച്ച കൊൽക്കത്ത GRSയിൽ നിർമ്മിച്ച കപ്പലാണ്. സോ കൽപ്പേനി ഈസ് ബേസ്ഡ് ഔട്ട് ഓഫ് കൊച്ചി. ബേപ്പൂരിൽ നങ്കൂരമിട്ട യുദ്ധക്കപ്പൽ വിശേഷങ്ങൾ അറിയാൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവനും എത്തി. കപ്പലിന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് ക്യാപ്റ്റനിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചാണ് മേയർ മടങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യുദ്ധക്കപ്പലിൻ്റെ അകത്ത് കയറുന്നത്. നമ്മുടെ രാജ്യരക്ഷയുടെ ഭാഗമായിട്ട് സമുദ്രത്തിൽ നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളെ നിരീക്ഷിക്കാനും രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി നല്ല തോതിൽ അത് ഉപയോഗിപ്പിക്കാനും കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല, കടൽ മാർഗം വരുന്ന ഒരുപാട് അപകടങ്ങളെ യഥാസമയം കണ്ടെത്തി ആളുകളെ രക്ഷിക്കാനും കൂടി ഉതകുന്ന ഒരു വലിയ സംവിധാനമാണ്. കണ്ടപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എത്രമാത്രം പ്രയോജനമാണെന്ന് മനസ്സിലാവുന്നത്. ലക്ഷദ്വീപിലെ കൽപ്പേനി ദ്വീപിന്റെ പേരിൽ 2010 ശേഷം കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ് INS കൽപ്പേനി. INS കൽപ്പേനിക്കൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ ICGS അഭിനവ് കാണാനും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ അവസാന ദിവസമായ ഇന്ന് അവസരമുണ്ടാകും. ജിജീഷ് മോങ്ങത്തിനൊപ്പം ദൃശ്യ പുതിയട, മീഡിയ 1, കോഴിക്കോട്.